ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ ഒരു ചെറിയ ഒരു പോർഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റിങ്. ഓക്കെ, നമ്മൾ പ്ലാസ്റ്ററിങ് പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന പ്ലാസ്റ്ററിങ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ പ്ലാസ്റ്ററിങ് വേണ്ടാത്ത സർഫസുകളില്ലേ, നല്ല രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിക്ക് മേസൺറി ആയിക്കോട്ടെ, സ്റ്റോൺ മേസൺറി ആയിക്കോട്ടെ, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാണ്ട് ആ ഒരു സുപ്പീരിയർ ക്വാളിറ്റി ബ്രിക്സോ അല്ലെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അൺപ്ലാസ്റ്റേഡ് ആയിട്ട്, അതായത് ആ ഒരു സർഫസ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാണ്ട് നിലനിർത്താറുണ്ട്. അപ്പം ആ ഒരു കേസിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള പോയിന്റ് ഏതായിരിക്കും? ഈ രണ്ട് ബ്രിക്സ് ഒക്കെ വരുന്ന ആ ഒരു ജോയിന്റ് ആയിരിക്കും അല്ലെ, രണ്ട് ബ്രിക്സ് കൂടി ചേരുന്ന ആ ഒരു ജോയിന്റ്. അപ്പൊ ആ ജോയിന്റിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അവിടെയുള്ള ആ ഒരു മോർട്ടാറിന്റെ കുറെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു റിച്ച് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോയിന്റ്. ആ ഒരു ജോയിന്റ് ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ പോയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് മേസൺറി ഈസ് ലെഫ്റ്റ് അൺപ്ലാസ്റ്റേഡ്. അതായത് നമ്മളിപ്പം സ്റ്റോൺ മേസൺറി ആയിക്കോട്ടെ, ബ്രിക്ക് മേസൺറി ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ സർഫസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്ലാസ്റ്റർ ചെയ്യാറില്ല. അതുപോലെ നമ്മളിപ്പോൾ അഷ്ലാർ സ്റ്റോൺ മേസൺറി ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റോണിന്റെ ഫിനിഷിങ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം അല്ലെ. അപ്പം ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ഈ സർഫസ് അൺപ്ലാസ്റ്റേഡ് ആയിട്ട് കീപ്പ് ചെയ്യാറുള്ളത്. ഇൻ ഓർഡർ ടു മേക്ക് ദി മോർട്ടാർ ജോയിൻസ് ഫെയർലി വാട്ടർ ടൈറ്റ് ആൻഡ് സ്ട്രോങ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള നമ്മൾ ആ ഒരു ആ ഒരു മേസൺറിക്ക് ഉപയോഗിച്ച ആ ഒരു മോർട്ടാർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ സ്ട്രോങ്ങർ മിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സർഫസിനോട് ചേർന്ന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ പോയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ള ആ ഒരു മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. സിമെന്റ് ടു സാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3. ഇനിയിപ്പം ലൈം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1:1.5 ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം കുറച്ചും കൂടെ റിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിക്സ് ആണ് നമ്മൾ പോയിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ആ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി പറയാനുള്ളത് ഈ പോയിന്റിങ്ങിന്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സർഫസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാണ്ടുള്ള ആ ഒരു മേസൺറി ഇല്ല, ആ ഒരു ഭിത്തി, അതിന്റെ ജോയിന്റ്സിലുള്ള ആ ഒരു മോർട്ടാർ നമ്മൾ റിമൂവ് ചെയ്യുന്നു. നമ്മൾ ഒരു നിശ്ചിത ഡെപ്ത് വരെ, അതായത് അതിന്റെ വിട്ടിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ആ ഒരു ജോയിന്റിന്റെ വീതിയില്ലേ, ആ വീതിയിനേക്കാളും കൂടുതൽ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് മോർട്ടാർ റിമൂവ് ചെയ്യണം. അതിനുശേഷം അതിനകത്തുള്ള ലൂസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ, ഇങ്ങനെ ഈ മോർട്ടാർ റിമൂവ് ചെയ്തതിന് ശേഷം ലൂസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുത്ത് അവിടുത്തെ ലൂസ് ആയിട്ടുള്ള എല്ലാ പാർട്ടിക്കിളും റിമൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ പോയിന്റിങ് അപ്ലൈ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സർഫസ് വെറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ ഒരു എഫക്റ്റീവ് ഹാർഡറിങ് നടക്കുള്ളൂ അല്ലെ. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ വെറ്റ് ചെയ്യുന്നതൊക്കെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റിങ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഒരു റിച്ച് മിക്സ് ചെയ്ത മോർട്ടാർ നമ്മൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണോ സർഫസ് വേണ്ട അതനുസരിച്ച് നമ്മൾ ആ ഒരു സർഫസ് ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു നല്ല ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സർഫസ് ഏത് ഓറിയന്റേഷനിലാണോ വേണ്ട, പലതരത്തിലുള്ള പോയിന്റിംഗ് ഉണ്ട്, അത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പം ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ടൂൾസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നു. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സർഫേസിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. ഇതാണ് പോയിന്റിങ്ങിന്റെ പ്രൊസീജിയർ. ഓക്കെ, ഒന്ന് വായിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു സർഫസിൽ നിന്ന് പഴയ മോർട്ടാർ റിമൂവ് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു. പോയിന്റിങ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് വെറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. പിന്നെ അപ്ലൈയിങ്, പോയിന്റിങ്, ഫിനിഷിങ്, പിന്നെ അതിനുശേഷം എക്സസ് ആയിട്ടുള്ളത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് പോയിന്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി നമുക്ക് ഒരു 6 ടൈപ്പ് ഓഫ് പോയിന്റിംഗ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യം ഫ്ലഷ് പോയിന്റിംഗ്. ഫ്ലഷ് പോയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സർഫസും ആ ഒരു ബ്രിക്കിന്റെ ലൈനും ഒരേ, അതായത് നമ്മൾ പോയിന്റിംഗ് ചെയ്തതിന് ശേഷം ആ ഒരു സർഫസിനോട് ചേർന്ന് തന്നെ ഫ്ലഷ് വിത്ത് ദി എഡ്ജ് ഓഫ് ദി മേസൺറി ഒരേ ലെവലിൽ തന്നെ തീർക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലഷ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഫോംഡ് ബൈ പ്രസിംഗ് ദി മോർട്ടാർ in raked joint and by finishing off flush with the edge of the masonry unit. നമുക്ക് ആ ഫിഗർ കാണാം, എല്ലാം ഒരേ ലെവലിലായിരിക്കും അവസാനം എൻഡ് ചെയ്യുക. Edges are neatly trimmed and traveled and straight edge and extensively used. നമ്മൾ ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ സ്ട്രേറ്റ് എഡ്ജ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് പോയിന്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് റെസിസ്റ്റ് പോയിന്റിംഗ്. നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ.
അവിടെ നമുക്ക് കാണാം അത് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സർഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോയിന്റിംഗ് ഇസ് ഡൺ ആൻഡ് പ്രസ്ഡ് ബൈ മോട്ടാർ ഓഫ് എഡ്ജസ് ബൈ 5 mm ഓർ മോർ. 5 mm 5 mm കൂടുതലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു എന്താണ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയ രീതിയിൽ നമ്മൾ നിർത്തുവാണെങ്കിൽ അതിനാണ് നമ്മൾ റിസസ്റ്റ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഇനി റബ്ഡ്, കീഡ് ഓർ ഗ്രൂഡ് പോയിന്റിംഗ്. ഇപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഫുൾ ആ ഒരു സർഫേസ് കുറച്ച് ഉള്ളിലേക്കാണ്, പക്ഷെ ഇവിടെ നമ്മളൊരു ചെറിയ ഗ്രൂവ് ആയിട്ടാണ് ചെയ്തെങ്കിൽ അതിനാണ് നമ്മൾ കീഡ് ഓർ ഗ്രൂവ്ഡ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ഓഫ് ഫ്ലഷ് പോയിന്റിംഗ്. ഗ്രൂവ് അറ്റ് ഇറ്റ്സ് മിഡ് ഹൈറ്റ് ഗിവ്സ് ബെറ്റർ അപ്പിയറൻസ്. അതായത് ഒരേ ലെവലിൽ നിൽക്കുന്നതിന് പകരം ആ രണ്ട് ജോയിന്റ് ഒരു ചെറിയ ഗ്രൂവ് പോലെ, അതായത് രണ്ട് എൻഡിൽ നിന്നും ഉള്ളിലേക്ക് ആ ഒരു സെന്റർ പോർഷൻ മാത്രം കുറച്ച് ഉള്ളിലേക്ക് കയറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രൂവ്ഡ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബീഡഡ് പോയിന്റിംഗ്. ഫോർഡ് ബൈ സ്റ്റീൽ ഓർ അയൺ വിത്ത് എ കോൺകേവ് എഡ്ജ്. അതായത് ഇവിടെ നോക്കിക്കേ, പഴയ മോർട്ടാർ, ന്യൂ മോർട്ടാർ, അതിനുശേഷം പുറത്തേക്ക് ഒരു ബീഡിങ് പോലെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പുറത്തേക്ക്, അതിനാണ് നമ്മൾ ബീഡഡ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഗിവ്സ് ഗുഡ് അപ്പിയറൻസ്, ലയബിൾ ടു ഡാമേജ് ഈസിലി. അതായത് അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, നമ്മൾ അതിനകത്ത് പുതിയ മോർട്ടാറിന്റെ കൂടെ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റീലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ അത് ഫിനിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രക്ക് പോയിന്റിംഗ്. സ്ട്രക്ക് പോയിന്റിംഗ് അതിന്റെ വേറൊരു പേരാണ് വെതേർഡ് പോയിന്റിംഗ്. അതായത് ഇവിടെ നമുക്ക് കാണാം, ഇതാണ് സർഫസ്. ഒരു ഭാഗം ഫ്ലഷും ഒരു ഭാഗം മാത്രം, അതായത് ടോപ്പ് പോർഷൻ നമ്മൾ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഒരു 3 mm ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയ രീതിയിൽ വെക്കുവാണെങ്കിൽ അതിനാണ് നമ്മൾ സ്ട്രക്ക് പോയിന്റിംഗ് അല്ലെങ്കിൽ വെതേർഡ് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഫേസ് ഓഫ് പോയിന്റിംഗ് ഇസ് ഇൻക്ലൈൻഡ്, അപ്പർ എഡ്ജ് പ്രസ്ഡ് ഇൻസൈഡ് ദി ഫേസ് ബൈ 10 mm. 3 mm മുതൽ 10 mm വരെ വേരി ചെയ്യാം. ഡ്രെയിൻസ് വാട്ടർ ക്വിക്ലി. ഒരു ഡ്രെയിനേജ് പർപ്പസിനൊക്കെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഇത്തരം ഒരു പോയിന്റിംഗ് കൊടുക്കുകയാണെങ്കിൽ. അടുത്തൊരു ടക്ക് പോയിന്റിംഗ്. ടക്ക് പോയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടപ്പോൾ എന്തായിരുന്നു, ഒരു പ്രൊജക്ഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ അതിന് പകരം ഒരു മെമ്പറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലഷ് പോയിന്റ് കൂടെ നമ്മളൊരു ചെറിയ മെമ്പറും കൂടെ ആ ഒരു ഭാഗത്ത് കീപ്പ് ചെയ്യണം. അതിനാണ് നമ്മൾ ടക്ക് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ഫൗണ്ട് ബൈ പ്രസിംഗ് മോട്ടാർ ഇൻ റേഗ്ഡ് ജോയിന്റ്, ഫിനിഷിംഗ് ഫ്ലഷ് വിത്ത് ദി ഫേസ്. ഗ്രൂവ് ഓർ നാരോ ചാനൽ 5 mm width and 3 mm deep is cut in the center while pressed mortar is green. അതായത് ഫ്ലഷ് പോയിന്റിങ്ങിന് ശേഷം നമ്മൾ ആ ഒരു പോർഷനിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു മോർട്ടാർ സോഫ്റ്റ് ആയി അല്ലെങ്കിൽ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ചെറിയ വൈറ്റ് സിമെന്റ് പോയിന്റിങ് നമ്മൾ അതിന്റെ ഭാഗത്ത് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടക്ക് പോയിന്റിങ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി നമുക്ക് പോയിന്റിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക, പോയിന്റിങ്ങിന്റെ പ്രിപ്പറേഷൻ മനസ്സിലാക്കുക, ടൈപ്സ് ഓഫ് പോയിന്റിങ്, ഈ ഒരു 6 പേരും അതിന്റെ ആ ഫിഗർ ഒന്ന് ഓർത്തിരുന്നാൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.